റെനയ്ക്ക് ഇന്നലെ ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പരിഗണന കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊമോ ഇപ്പോൾ വരും, എന്തായാലും റെനയെ പൂട്ടുന്ന അല്ലെങ്കിൽ റെനയ്ക്കിട്ട് നല്ലത് കിട്ടുന്ന ഒരു പ്രൊമോ വരും എന്ന് പറഞ്ഞ് ഞാൻ കുറേ അധികം ആശിച്ചിരുന്നു. വരാഞ്ഞിട്ട് അവസാനം ഞാൻ ഇന്നെന്തായാലും ഒരു വരുമല്ലോ, എന്തായാലും ഒരു പണി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു വീഡിയോയും ചെയ്തു. ഒരു കാര്യം സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, റെനയോട് ലാലേട്ടന് അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എങ്കിലും റെനയോട് ആ അനുമോളുടെ കാര്യം ചോദിച്ചതും പെട്ടെന്ന് അത് നിർത്തി. അതായത് റെനയ്ക്ക് അനുമോളെ ഇഷ്ടമാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: അനുമോളുടെ ഐഡിയോളജി ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ലാലേട്ട എന്നുള്ള രീതിയിൽ. പക്ഷെ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ലാലേട്ടൻ നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെടാൻ പറ്റുമോ, അങ്ങനെ ഒരാൾക്കും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് റെനയെടുത്ത് ആ തരത്തിൽ മാത്രം ഒന്ന് ചൂടായി. അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഇന്നലെ രാത്രി ഒരു അടിപൊളി പണി നമ്മുടെ റെനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. റെന ഇപ്പോൾ ഒന്ന് പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം. റെന ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കായിട്ട് അനുമോളെ കുറേ അധികം ഇൻസൾട്ട് ചെയ്യും, ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഒരു ദിവസം കംപ്ലീറ്റ്ലി റെന അനുമോളെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പട്ടീന്ന് വിളിച്ചു, അങ്ങനെ ഒരുപാട് തോന്നിയവാസങ്ങൾ വിളിച്ചു. പിന്നെ പ്രാങ്ക് ആണെങ്കിലും ആ പറഞ്ഞൊരു ചൈനീസ് ചീത്ത എന്നും പറഞ്ഞിട്ടൊരു സംഭവം എടുത്തിട്ട് വിളിക്കുകയും അതിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയും, കേട്ടോണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമായിട്ട് കുറേ ഇറിറ്റേറ്റ് ചെയ്തു. അങ്ങേയറ്റം ടാർഗറ്റ് ചെയ്യുന്നത് ഈ റെനയാണ് അനുമോളെ ഒട്ടും ഇഷ്ടമില്ലാതെ ഇട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. റെനയുടെ ഐഡിയോളജിയും അനുമോളുടെ ഐഡിയോളജിയും രണ്ടാണെന്നുള്ള റെന തിരിച്ചറിവുണ്ട്. ആ ഒരു കാര്യം വെച്ചിട്ടെങ്കിലും റെനയ്ക്ക് കുറച്ചും കൂടെ പക്വത കാണിക്കാമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരിങ്ങനെയാണ്, അവർ കുറച്ച് ഓൾഡ് മോഡലാണ്, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഒരു പഴയ ചിന്താഗതിയാണ്, അവരൊരു നാട്ടിൻപുറത്തുകാരിയാണ്. ഈ പറയുന്ന എന്തെങ്കിലും ഒരു പരിഗണന കാണിച്ച് ഈ ഒരു ടാസ്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴക്കിന്റെ ഇടയിലോ നടത്തേണ്ടിയിരുന്ന പല സംസാരങ്ങളും ഒരു കാര്യവുമില്ലാതെ ഇപ്പൊ ലാസ്റ്റ് ഞാനിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നതിനകത്ത് പോലും അവിടെ ഇരുന്നിട്ട് റെനയും ജിസേലും ആര്യനും അക്ബറും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കാൻ ബിന്നിയും അപ്പാനിയും എല്ലാം ഉണ്ട്. അക്കൂട്ടത്തിൽ ജിസേലിന്റെ ഡോഗ്സിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. ജിസേലിന് കുറെ പട്ടികളുള്ളതും കേരളത്തിൽ ഒരു ഡോബർമാൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റെന പറയുക അതിന്റെ ഇടയ്ക്കൂടെ, എന്നുവെച്ചാൽ ഒരു സീനിൽ അനുമോൾ ഇല്ല. അപ്പോൾ പോലും റെന പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത്, സോ യു ആർ എ പട്ടി ലവർ, അങ്ങനെയാണെങ്കിൽ അനുമോൾ ലവർ ആണല്ലേ എന്ന്. അതായത് അനുമോളെ പട്ടി എന്ന് കമ്പാരിസൺ നടത്തുകയാണ്. അനുമോളാണ് പട്ടി ലവർ അല്ലേ, അപ്പോൾ ജിസേൽ അനുമോൾ ലവർ അല്ലേ എന്ന്. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു കഴുതയാണ് റെന എന്ന് പറയേണ്ടി വരും. കാരണം അമ്മാതിരി ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, അതിനകത്ത് വരുന്ന ഒരു ടാസ്കിന്റെ പേരിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളുമാണ് എന്നൊരു റിയലൈസേഷൻ ഇല്ലാതെ റെന പറയുന്ന കുറച്ചധികം വേസ്റ്റ് വർത്തമാനമുണ്ട്. പിന്നെ ആ മുഖം കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ മ്യൂട്ട് അടിക്കാതെ ആ മുഖം ഞാൻ നോക്കിക്കൊണ്ടിരിക്കത്തില്ല. കാരണം വെച്ചാൽ ആ സംസാരവും മുഖവും കൂടെ ഒന്നിച്ചങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അയ്യാ. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നൂറ, ഞാൻ പറഞ്ഞല്ലോ റെന ഒന്ന് പേടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന്. അതിനുള്ള ഒറ്റ കാരണം നൂറയാണ്. ആദില ഓൾറെഡി നല്ല സ്മാർട്ട് ആണെന്നുള്ളത് ബിഗ് ബോസ് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നൂറ ഒരു പാവമാണ്. അയ്യോ കണ്ടാൽ തന്നെ പാവം. ജിസേലൊക്കെ അങ്ങ് ഭയങ്കര പാവമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ജിസേലിനോട് നൂറയ്ക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ നൂറയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയി. ആ ഒരു രാത്രി ആ ഒരു ചോക്ലേറ്റ് എടുത്ത് രേണുസുതിക്ക് കൊടുത്തതും ഇഡിയറ്റ്സ് എന്നുള്ള വിളിയും എല്ലാം ഒരുപാട് പേർക്ക് ജിസേൽ ഒരു നെഗറ്റീവ് ആയിട്ടുണ്ട്. ശൈത്യക്കും അത് തന്നെയാണ് ഏറ്റവും കൂടുതലും ചൊടിപ്പിച്ചത്. അപ്പം നൂറ ഇന്നലെ രാത്രി ആ BB Plus ആ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ നൂറ ശരിക്കും റെന എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ നൂറ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അത് നൂറയുടെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇത്ര നാളും ഈ ഒരു 3 ആഴ്ച 4 ആഴ്ച ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന നൂറ കറക്റ്റ് റെന എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ റെനയോട് ബിഹേവ് ചെയ്യാണ്. ഇതിനിടയിൽ ഈ റെന അക്ബറിന്റെയും അപ്പാനിയുടെയും മൂഡ് താങ്ങി നടക്കുകയാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ നീ ആരുടെ മൂഡാണ് താങ്ങുന്നത്? കുറച്ചു നേരം അക്ബറിന്റെ മൂഡ് താങ്ങും, കുറച്ചു നേരം അപ്പാനിയുടെ മൂഡ് താങ്ങും, അങ്ങനെ താങ്ങി ഇരിക്കുകയല്ലേ എന്ന് നൂറയും ആദിലയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെനയെ ഇട്ട് വാലിച്ച് കീറി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അവളുടെ ബോയ് ഫ്രണ്ടിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ അത്ര അങ്ങോട്ട് ആഘോഷിച്ച് പറയുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, റെന ഡിസേർവ് ചെയ്യുന്നുണ്ട്, റെന അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ റെന ഇപ്പം ഒരു കുഴപ്പവും ചെയ്യാതെ ഈ നൂറയും ആദിലയും ഇത് റെനയെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞേ. നൂറയും ആദിലയും ഈ ചെയ്തത് തെറ്റാണ്, ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞേനെ. പക്ഷെ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയാനേ പറ്റത്തില്ല. അത് ഇപ്പം ജിസേലിന്റെ ഭാഗത്ത് ഒരുപാട് ശരികളുണ്ട്, പക്ഷെ ആ ശരികളൊക്കെ തെറ്റായി മാറുന്നത് ഒരൊറ്റ വാക്കിലാണ്, അനുമോളുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ജിസേല് ശരിക്കും പറഞ്ഞാൽ വെറുതെ ടാർഗറ്റ് ചെയ്യാണ്. തുടക്കം മുതലേ അനുമോള് ആകെ കൂടി ഒറ്റ കാര്യത്തിലാണ്. അനുമോള് നോക്കുമ്പോൾ അതൊരു അസൂയാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ
ജിസേലിന് കൊടുക്കുന്ന പ്രിവിലേജ് കണ്ടിട്ടാണ് അനുമോൾ ട്രിഗർ ആയത്. അത് ആ മര്യാദ, അതായത് തിരിച്ച് അനുമോളോടും ജിസേലും നന്നായിട്ട് നിന്നിരുന്നെങ്കിൽ അത് അവിടെ അവർ രണ്ടുപേരും നല്ല കമ്പനിയായി മാറുന്നു. പക്ഷെ ഇത് മൊത്തം തിരിഞ്ഞത് ജിസേലും തിരിച്ച് അങ്ങേയറ്റം മോശമായിട്ട് അനുമോളെ ഇട്ട് ദ്രോഹിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ്. അപ്പൊ ഇവിടെ റെനെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആരും റെനെ ഒന്നും ചെയ്യണ്ട, ജിസേലിനെ എന്തെങ്കിലും ചെയ്താൽ റെന റിയാക്ട് ചെയ്തു തുടങ്ങും. ഇതാണ് റെനയുടെ പ്രശ്നം. അപ്പൊ ആ പ്രശ്നമൊക്കെ അങ്ങോട്ട് നൂറ വലിച്ചു കീറി അവിടെ ഇവിടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് വൈൽഡ് കാർഡും കൂടെ വരുമ്പോഴത്തേക്ക് റെനയ്ക്ക് എന്തായാലും പണി ഉറപ്പാണ്. റെനയ്ക്ക് നല്ലൊരു മത്സരാർത്ഥി ആകാനുള്ളൊരു അവസരം കൂടിയാണ് വൈൽഡ് കാർഡ് എന്ന് എനിക്ക് വിശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നൂറ ആദ്യം കൂടെ സ്പ്ലിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു വൈൽഡ് കാർഡ് കയറിയ പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പം നൂറ ആൻഡ് റെന ഇവർ രണ്ടുപേരും ഒരു നല്ല കോംബോ, ഒരു ഫൈറ്റിംഗ് കോംബോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ശരി, റെനയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഇനി ചോദിക്കുന്നില്ല, കാരണം നന്നായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ നൂറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ, നൂറ ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ, അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.